കീർത്തി ആസാദിനെ ബി.ജെ.പിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിലാണ് കീർത്തി ആസാദിനെതിരായ നടപടിയെന്ന് അമിത് ഷാ പറഞ്ഞു. കീർത്തി ആസാദ് അരുൺ ജെയ്റ്റ്ലിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, ഇരു സഭകളെയും അടക്കം രാജ്യത്ത് അരുൺ ജെയ്റ്റ്ലിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കീർത്തി ആസാദിനെ പുറത്താക്കിക്കൊണ്ട് ബി.ജെ.പി പ്രഖ്യാപനം ഇറക്കുന്നത്. എന്തൊക്കെയാണ് അതിലെ വിശദാംശങ്ങൾ? എന്തൊക്കെയാണ് ബി.ജെ.പിയുടെ വിശദീകരണങ്ങൾ? വിശദാംശങ്ങളിൽ ജിംഷാദ്, പാർലമെന്റ് സമ്മേളനം ഇന്ന് പൂർത്തിയായി. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ബി.ജെ.പി ആസ്ഥാനത്ത് ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ബീഹാറിൽ നിന്നുള്ള ബി.ജെ.പി എം.പി കീർത്തി ആസാദിനെ പാർട്ടി അച്ചടക്ക നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. കീർത്തി ആസാദ് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഡൽഹി ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അരുൺ ജെയ്റ്റ്ലിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തെളിവുകൾ പുറത്തു കൊണ്ടുവന്നത്. ആകെ 97 കോടി രൂപയുടെ അഴിമതി അരുൺ ജെയ്റ്റ്ലി DDCA അധ്യക്ഷനായിരിക്കെ നടത്തിയെന്ന് കീർത്തി ആസാദ് പറഞ്ഞത് ബി.ജെ.പിയെ വെട്ടിലാക്കിയിരുന്നു. പാർലമെന്റിൽ അരുൺ ജെയ്റ്റ്ലിയുടെ രാജിക്ക് വേണ്ടിയുള്ള മുറവിളി ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. അരുൺ ജെയ്റ്റ്ലിക്കെതിരെ അന്വേഷണം നടത്താൻ ഡൽഹി നിയമസഭ പ്രത്യേക ഏകാംഗ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തു. ഇതിനൊക്കെ കാരണക്കാരനായ കീർത്തി ആസാദിനെ പാർട്ടിയിൽ നിന്നും ഇപ്പോൾ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിന് കാരണമായി നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നത് കീർത്തി പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നാണ് കാണിക്കുന്നത്. മറ്റു കാരണങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും നേരത്തെ തന്നെ ജെയ്റ്റ്ലിക്ക് പിന്തുണയുമായി നരേന്ദ്രമോദി രംഗത്ത് വന്നപ്പോൾ തന്നെ കീർത്തിക്കെതിരെയുള്ള ഒരു നടപടി പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ കീർത്തി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കീർത്തി പൂർണ്ണമായും അരുൺ ജെയ്റ്റ്ലിയെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് ഇതോടുകൂടി ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കും. ശരി, അരുൺ ജെയ്റ്റ്ലിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ബി.ജെ.പി എം.പിയെ ബി.ജെ.പിയിൽ നിന്നും പുറത്താക്കി. അമിത് ഷായാണ് ഇത് ലോകത്തെ അറിയിച്ചത്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് സന്തോഷ് സർലിംഗ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്കെതിരെ കൂടുതൽ അഴിമതി ആരോപണങ്ങളുമായി മുൻ പഞ്ചാബ് DGP രംഗത്ത്. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷനിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ജെയ്റ്റ്ലി നടത്തിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പത്മശ്രീ KPS ഗിൽ അരവിന്ദ് കെജ്രിവാളിന് കത്തയച്ചു. അതേസമയം ജെയ്റ്റ്ലി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തിയ ആം ആദ്മി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. DDCA അഴിമതി ആരോപണങ്ങളിൽ പ്രതിരോധത്തിലായ ധനമന്ത്രിയെ കൂടുതൽ വെട്ടിലാക്കുന്നതായി മുൻ IPS ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലുകൾ. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ അഡ്വൈസറി ബോഡി മെമ്പറായിരിക്കെ അരുൺ ജെയ്റ്റ്ലി കോടികളുടെ തിരിമറി നടത്തിയെന്നാണ് മുൻ പഞ്ചാബ് DGP KPS ഗിൽ വെളിപ്പെടുത്തിയത്. മകൾ സൊനാലി ജെയ്റ്റ്ലിയെ ഹോക്കി ഫെഡറേഷന്റെ അഭിഭാഷകയായി അനധികൃതമായി നിയമിച്ചു. ഫീസ് ഇനത്തിൽ ഫെഡറേഷനിൽ നിന്ന് കോടികളുടെ തിരിമറി നടത്തിയെന്നും പത്മശ്രീ KPS ഗിൽ ആരോപിച്ചു. ഇക്കാര്യം വ്യക്തമാക്കി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ പ്രസിഡന്റ് കൂടിയായിരുന്ന KPS ഗിൽ കത്തയച്ചു. അതേസമയം DDCA അഴിമതിയിൽ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ദില്ലിയിൽ ആം ആദ്മി പ്രവർത്തകരുടെ വൻ പ്രതിഷേധം അരങ്ങേറി. പ്രതിഷേധം ശക്തമായതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. अगर भ्रष्टाचारी को भ्रष्टाचार कहना गुनाह है तो हम यही गुनाह हजारों बार करेंगे. അഴിമതിക്കാരൻ അരുൺ ജെയ്റ്റ്ലി രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് ആപ്പ് MLA സോമാനാഥ് ഭാരതി വ്യക്തമാക്കി. आज अरुण जेटली के पास वो डिपार्टमेंट है जिसके पास वो डॉक्यूमेंट्स है जिसमें वो गिल्टी साबित होगा. ജെയ്റ്റ്ലിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജെയ്റ്റ്ലി ഉൾപ്പെട്ട അഴിമതി ആരോപണം അന്വേഷിക്കാൻ ഗോപാൽ സുബ്രഹ്മണ്യത്തെ അധ്യക്ഷനാക്കി കമ്മീഷനെ നിയമിക്കാൻ ദില്ലി നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ആരോപണ വിധേയനായ ധനകാര്യമന്ത്രി രാജിവെച്ച് സ്വതന്ത്ര അന്വേഷണം നേരിടണമെന്നാണ് ആം ആദ്മി നേതാക്കളുടെ ആവശ്യം. ഈ ആവശ്യം നേടുന്നതുവരെ ഈ സമരം തുടരുമെന്നും ഇവർ. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനീഷ് ശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം സമാപിച്ചു. ശീതകാല സമ്മേളനത്തിലെ രാജ്യസഭയുടെ പ്രവർത്തനങ്ങൾ നിരാശപ്പെടുത്തിയെന്ന് സഭ ഉപസംഹരിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി കുറ്റപ്പെടുത്തി. പ്രതിപക്ഷത്തിന് രാജ്യ താൽപര്യമില്ലെന്ന് സ്പീക്കർ സുമിത്ര മഹാജന്റെ പരാമർശം അവസാന ദിവസം ലോക്സഭയെ സ്തംഭിപ്പിച്ചു. ഖേദം പ്രകടിപ്പിച്ച സ്പീക്കർ സ്വന്തം പരാമർശം സഭാരേഖകളിൽ നിന്നും നീക്കി. ഇരു സഭകളിലും ആകെ പാസാക്കിയത് 9 ബില്ലുകൾ മാത്രം. മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ ചരമവാർഷിക ദിനം മറയാക്കി കോൺഗ്രസിൽ തുറന്ന ഗ്രൂപ്പ് പോര്. കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിൽ തനിക്കെതിരെ വന്ന ലേഖനത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രവർത്തന ശൈലിയിൽ യാതൊരു മാറ്റവും വരുത്തില്ലെന്നും തൻ്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം ഇല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരെയും പ്രീണിപ്പിക്കാതെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യനീതി ഉറപ്പുവരുത്തിയ നേതാവായിരുന്നു കരുണാകരൻ എന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഒളിയമ്പ്. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ചെന്നിത്തലയുടെ പരാമർശം. കരുണാകരന്റെ 5ാം ചരമവാർഷിക ദിനം മറയാക്കിയാണ് AI ഗ്രൂപ്പുകൾ തുറന്ന പോരിലേക്ക് എത്തിയിരിക്കുന്നത്.
കെ കരുണാകരന്റെ ശൈലിയെ പ്രകീർത്തിച്ച് കഴിഞ്ഞ ദിവസം വീക്ഷണം ലേഖനം എഴുതിയിരുന്നു. ലേഖനത്തിന്റെ ഉള്ളടക്കം മുഖ്യമന്ത്രിക്കും ഭരണത്തിനും എതിരായിരുന്നു. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കോൺഗ്രസ് പെരുവഴിയിൽ കെട്ടിയ ചെണ്ട ആയിരുന്നില്ല എന്നായിരുന്നു ലേഖനത്തിന്റെ ഉള്ളടക്കം. ഒരു ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ ഇതിന് മറുപടി എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ ശൈലി മാറ്റില്ല, പ്രവർത്തന രീതി വളരെ സുതാര്യമാണ്, തെറ്റ് ചെയ്തുവെന്നോ ചെയ്യുന്നുവെന്നോ കരുതുന്നില്ല, അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ നിലയിൽ തന്നെ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനത്തെ പരോക്ഷമായി വിമർശിച്ച് ആഭ്യന്തരമന്ത്രിയും രംഗത്തെത്തി. കെ കരുണാകരന്റെ പ്രവർത്തനം മുൻനിർത്തിയായിരുന്നു ഇത്. ജനകീയനായ ഒരു രാഷ്ട്രീയ നേതാവിന് എങ്ങനെ അതിശക്തനായ ഭരണാധികാരിയായി മാറാൻ കഴിയും എന്നതിന് ഉത്തമോദാഹരണമാണ് കെ കരുണാകരൻ. ആരെയും പ്രീണിപ്പിക്കാതെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കിയിരുന്നു. വികസനം എന്നത് വെറുമൊരു പ്രചരണായുധമല്ല, മറിച്ച് ജനങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒന്നാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നുവെന്നും ചെന്നിത്തല ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. ആരെയും അഴിച്ചുവിടാതെ നിർത്തേണ്ടടുത്ത് നിർത്തിയുള്ള ഭരണമായിരുന്നു കരുണാകരന്റേതെന്നും ചെന്നിത്തല കുറിക്കുന്നു. അതേസമയം KPCCയുടെ ആഭിമുഖ്യത്തിൽ കെ കരുണാകരന്റെ 5ാം ചരമവാർഷിക ദിനം ഇന്ദിരാഭവനിൽ ആചരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കെ കരുണാകരനെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള ശ്രമത്തിൽ പങ്കാളിയായതിൽ ഖേദം പ്രകടിപ്പിച്ച് കരുണാകരന്റെ ചരമവാർഷിക ദിനത്തിൽ ചെറിയാൻ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 20 വർഷം കഴിഞ്ഞിട്ടും കുറ്റബോധം വേട്ടയാടുന്നതായി ചെറിയാൻ ഫിലിപ്പ് കുറിക്കുന്നു. കരുണാകരനെ പുറത്താക്കാൻ ശ്രമിച്ചവർക്ക് ഇപ്പോഴെങ്കിലും മനസ്താപം ഉണ്ടാകണമെന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ പറയുന്നു. കരുണാകരന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്താൻ കുതിരക്കച്ചവടം നടന്നുവെന്നും താൻ ചെയ്ത കാര്യങ്ങൾ ലീഡറോട് തുറന്നു പറഞ്ഞിരുന്നുവെന്നും ചെറിയാൻ ഫിലിപ്പ് പോസ്റ്റിൽ പറയുന്നു. സംസ്ഥാനത്തെ ചെറുകിട കേബിൾ TV സംരംഭകരെ തകർക്കാൻ വിദേശ കോർപ്പറേറ്റ് നീക്കം നടക്കുന്നതായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. കേരള വിഷൻ ഉൾപ്പെടെയുള്ള ചെറുകിട കേബിൾ സംവിധാനത്തിൽ നിന്ന് യാതൊരു മുന്നറിയിപ്പും കൂടാതെ പേച്ചാനലുകൾ ഒഴിവാക്കിയ നടപടി ഇതിന് ഉദാഹരണമാണെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ചെറുകിട കേബിൾ സംരംഭകരെ തകർക്കുന്ന നീക്കത്തിനെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. നവീൻ ഗ്രാനൈറ്റ്സ് ആൻഡ് മെറ്റൽസിന്റെ പുതിയ ഷോറൂം തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ആരംഭിച്ചു. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മാർബിൾ, ടൈൽസ്, ഗ്രാനൈറ്റ് വിപണന രംഗത്ത് നവീൻ ഗ്രാനൈറ്റ്സിന്റെ 3ാമത് ഷോറൂമാണിത്. ബെൽജിയം, നോർവേ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന 100-ലധികം ബ്രാൻഡുകൾ പുതിയ ഷോറൂമിൽ ലഭ്യമായിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി സ്പീക്കർ പാലോട് രവി, കോലിക്കോട് കൃഷ്ണൻ നായർ, മാനേജിംഗ് ഡയറക്ടർ N നസമുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മണ്ഡലപൂജ ദിവസം അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്രയ്ക്ക് തുടക്കമായി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെട്ടത്. വിവിധ സ്ഥലങ്ങളിലെയും ക്ഷേത്രങ്ങളിലെയും സ്വീകരണം ഏറ്റുവാങ്ങി ഈ മാസം 26-ന് ഘോഷയാത്ര പമ്പയിലെത്തും. 27-ന് ഉച്ചയ്ക്ക് സന്നിധാനത്ത് തങ്കയങ്കി ചാർത്തി അയ്യപ്പന് മണ്ഡലപൂജ നടക്കും.